ചവറ പാലത്തിന്റെ കോൺക്രീറ്റ് പാളികൾ അടർന്നു വീണു. തൊഴിലാളികൾ അധികൃതരെ വിവരം അറിയിച്ചതിനെ തുടർന്ന് ഉദ്യോഗസ്ഥരെത്തി സ്ഥിതിഗതികൾ വിലയിരുത്തി. എസ് വിനീഷ് ചേർന്നു. വിനീഷ്, പല ഭാഗത്തു നിന്ന് മരാമത്ത് പണിയുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങൾ ഉയർന്നു വരുന്നത് മഴക്കാലം കൂടിയായതുകൊണ്ട് ആശങ്ക കൂട്ടുകയും ചെയ്യുന്നു. ഈ ചവറ പാലത്തിൽ നിന്ന് വരുന്ന വിഷയം എന്താണ്? ഇത് ഏത് തരത്തിൽ, എത്രത്തോളം ഗൗരവകരമായി കാണുന്ന തരത്തിലുള്ള കാര്യം കൂടിയാണ് സംഭവിച്ചിരിക്കുന്നത്? അപർണ, തിങ്കളാഴ്ചയായിരുന്നു ഇത് ശ്രദ്ധയിൽപ്പെട്ടത്. ദേശീയപാത വികസനത്തിന്റെ ഭാഗമായുള്ള നിർമ്മാണം നടന്നു വരവെയാണ് പാലത്തിന്റെ ഭാഗത്തെ ചില മണ്ണിടിച്ചിൽ ശ്രദ്ധയിൽപ്പെട്ടിരിക്കുന്നത്. അതുപോലെ തന്നെ പാലത്തിന് സമാന്തരമായി നിർമ്മിക്കുന്ന പുതിയ പാലത്തിനായി ഇവിടെ നിന്നും മണ്ണ് മാറ്റിയായിരുന്നു നിർമ്മാണങ്ങൾ നടന്നത്. അപ്പോൾ സമീപത്തെ മണ്ണൊലിച്ചു പോയതാണ് ഇത്തരത്തിൽ മണ്ണിടിച്ചിലിന് കാരണമായതെന്നാണ് ഇപ്പോൾ നമുക്ക് അറിയാൻ കഴിയുന്നത്. പാലത്തിന്റെ ഒരു ഭാഗത്തെ കോൺക്രീറ്റിലുണ്ടായ ചില വിള്ളലുകളും അത് മഴ പെയ്തതോടുകൂടി അത് വലുതാവുകയും ചെയ്തു. ഈ ദേശീയപാത നിർമ്മാണത്തിൽ ഏർപ്പെട്ടിരുന്ന തൊഴിലാളികളാണ് ഇത് അറിഞ്ഞതും പെട്ടെന്ന് തന്നെ അവരുടെ ശ്രദ്ധയിൽപ്പെട്ടു. അധികൃതരെ വിവരം അറിയിക്കുകയും ചെയ്തു. അങ്ങനെ ഉദ്യോഗസ്ഥരെത്തി അതിന്റെ സ്ഥിതിഗതികളെല്ലാം വിലയിരുത്തുകയും ചെയ്തു. എന്തായാലും കഴിഞ്ഞ ദിവസം വലിയ രീതിയിലുള്ള ഗതാഗത കുരുക്കായിരുന്നു അനുഭവപ്പെട്ടിരുന്നത്. ഉച്ചയോടുകൂടി മണിക്കൂറുകളോളം നീണ്ട വലിയ ഗതാഗത കുരുക്കിന് കാരണമായി തീരുകയും ചെയ്തു. എന്തായാലും മണ്ണ് അടർന്നു പോയ സ്ഥലത്ത് വലിയ കോൺക്രീറ്റ് ബീമുകളൊക്കെ സ്ഥാപിച്ചു. എന്തായാലും ഇപ്പോൾ അതിനൊരു ശാശ്വതമായ പരിഹാരം കണ്ടു എന്നാണ് നമുക്കറിയാൻ കഴിയുന്നത്. ഇപ്പോൾ ഗതാഗത കുരുക്കുകളൊന്നും തന്നെയില്ല, സുഗമമായി തന്നെ വാഹനങ്ങൾ കടന്നു പോകുന്നുണ്ട്. അപർണ. എസ് വിനീഷ്, എന്തായാലും ഇപ്പോൾ വാഹനങ്ങൾ കടന്നു പോകുന്നു, ഗതാഗതം പുനഃസ്ഥാപിച്ചിരിക്കുന്നു എന്ന വിവരം കൂടിയാണ് ഉള്ളത് ചവറയിൽ നിന്ന്. മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറിയായി എ പ്രദീപ് കുമാർ ഇന്ന് ചുമതലയേൽക്കും. CPM സംസ്ഥാന കമ്മിറ്റി അംഗമാണ്. കെ രാഗേഷ് കണ്ണൂർ ജില്ലാ സെക്രട്ടറിയായ ഒഴിവിലാണ് പ്രദീപ് കുമാർ മുഖ്യമന്ത്രിയുടെ ഓഫീസിലെത്തുന്നത്. മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ മുഖം മിനുക്കൽ നടപടികളുടെ കൂടി ഭാഗമായാണ് പ്രദീപ് കുമാറിന്റെ നിയമനം. തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായുള്ള ഗ്രാമപഞ്ചായത്ത് വാർഡുകളുടെ വിഭജനം പൂർത്തിയായി. സംസ്ഥാനത്ത് 1375 ഗ്രാമപഞ്ചായത്ത് വാർഡുകൾ പുതുതായി വരും. ഇതോടെ ആകെ പഞ്ചായത്ത് വാർഡുകൾ 17,337ആയി. 941 പഞ്ചായത്തുകളിലായാണ് ഇത്രയും വാർഡുകൾ. ബ്ലോക്ക് പഞ്ചായത്തുകൾ, കോർപ്പറേഷനുകൾ എന്നിവയിലെ വാർഡ് വിഭജനം അന്തിമമാക്കി ഈ മാസം അവസാന വിജ്ഞാപനമിറങ്ങും. ഡിസംബറിലാണ് തദ്ദേശ സ്ഥാപനങ്ങളിൽ പുതിയ ഭരണസമിതികൾ ചുമതല ഏൽക്കേണ്ടത്. മലപ്പുറം കാളികാവിൽ ആളെക്കൊലി കടുവയ്ക്കായുള്ള തെരച്ചിൽ 6ാം ദിവസത്തിലേക്ക്. മഞ്ഞൾപ്പാറ, കേരള എസ്റ്റേറ്റ്, CT എസ്റ്റേറ്റ് എന്നീ ഭാഗങ്ങളിൽ കൂടുതൽ ക്യാമറ സ്ഥാപിക്കും. പറമ്പിക്കുളത്ത് നിന്ന് 30 ക്യാമറകൾ ഇന്നലെ രാത്രി എത്തിച്ചു. 3 ലൈവ് ക്യാമറകൾ വയനാട്ടിൽ നിന്നും എത്തിച്ചിട്ടുണ്ട്. ഇതിനോടകം സ്ഥാപിച്ച ക്യാമറകളിൽ ദൃശ്യങ്ങളുണ്ടോ എന്ന് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ രാവിലെ പരിശോധിക്കും. കഴിഞ്ഞ ദിവസം കടുവയുടെ കാൽപ്പാട് കണ്ടെത്തിയ മഞ്ഞൾപ്പാറ മേഖലയിലടക്കം വിശദമായ തിരച്ചിൽ നടത്തും.